ആദ്യം തന്നെ നമ്മൾ ഒരു സെഗ്മെന്റോട് കൂടി അങ്ങ് തുടങ്ങിയേക്കാം. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം, നമ്മുടെ പിള്ളേർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത്. ക്യാമ്പസ് മാസിലേക്കാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് ക്യാമ്പസ് മാസിൽ. സംസ്ഥാനമെമ്പാടും തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. നമ്മുടെ ക്യാമ്പസുകളും കലാലയങ്ങളും രാഷ്ട്രീയം സംസാരിക്കുന്നു, കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. ഇന്ന് നമ്മളുള്ളത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ക്യാമ്പസ് മാസിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിക്കും. വലിയൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സമയമാണ്. എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു മൂന്നാം സർക്കാർ LDF തന്നെ രൂപീകരിക്കുന്നുള്ളതാണ്. ജയ സാധ്യതയുള്ള കുറച്ച് പ്രതിനിധികളെ ഇപ്പോൾ ഇവർ ഇറക്കിയിട്ടുണ്ട്. അപ്പം 100 സീറ്റിന്റെ വിജയമൊന്നും UDF ഉണ്ടാവില്ല. ഒരു 80 ആ ഒരു രീതിയിലേക്ക് UDF അല്ല, LDF 80 സീറ്റോളം കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അവര് തന്നെ മൂന്നാമത്തെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതാണ് എന്റെ അഭിപ്രായം. BJP നല്ല മത്സരം കാഴ്ചവെക്കും. രണ്ടുപേരും വരാനുള്ള ഒരു അവരുടെ കോമ്പറ്റീഷൻ നല്ലതാവണമെന്നാണ് നല്ലത്. അപ്പൊ കഴിഞ്ഞ രാഷ്ട്രീയ വെച്ച് നോക്കുകയാണെങ്കിൽ LDF കൃത്യമായൊരു മുൻതൂക്കം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും പ്രതിപക്ഷത്തിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ. എല്ലാ ഇലക്ഷൻ വരുമ്പോഴും അങ്ങനെ ആവണതാണ് നല്ലത്. അല്ലെങ്കിൽ അതൊരു മോണോപോളി ആയിപ്പോകും. ഇല്ല, LDF തന്നെ വരണമെന്നാണ് ആഗ്രഹം. കേരളം ഒന്ന് അനലൈസ് ചെയ്യൂ. കഴിഞ്ഞ 10 വർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ, വിദ്യാഭ്യാസ മേഖല, മന്ത്രി അപ്പൂപ്പനുണ്ട് ഇവിടെ. അപ്പോൾ അത്തരത്തിൽ ഉള്ളത് കൊണ്ട് LDF തന്നെ വരുമെന്നാണ്. BJPയുടെ സാധ്യത എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? BJP 3 to 4 സീറ്റുകൾ കിട്ടും. നിലവിലെ കേരളത്തിലെ LDF UDF എങ്ങനെയാണ് വിലയിരുത്തുന്നത്? LDF കള്ളന്മാരാ. UDF ആണെങ്കിൽ തമ്മിൽ തന്നെ സംഘർഷവും. അവരെന്നെ കാലുവായി. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി അവർ നിർത്തുമ്പോൾ അവരെന്നെ ഉള്ളിൽ അവരെ തോൽപ്പിക്കാനുള്ള വഴികൾ ചെയ്തു. അപ്പോൾ മറ്റു പാർട്ടിക്കാർക്ക് ചെയ്യേണ്ട അത്യാവശ്യം വരില്ല. UDF ഇവരെ തോൽപ്പിച്ചോളൂ. അപ്പോൾ എന്തോ UDF വല്ല സാധ്യതയുണ്ടോ? ഇപ്പൊ 10 വർഷം LDF ആയിരുന്നില്ലേ, ഇനി UDF വരട്ടെ. UDF വരണമെന്നാണ് ആഗ്രഹം. അങ്ങനെയല്ല, ഇപ്പൊ LDF 10 വർഷമായില്ലേ, അപ്പൊ ഇനി മോളെ പോയിട്ട് വേണ്ട, ഒരാളും കൂടി മാറി വരട്ടെ. ചെറിയൊരു അഡ്വാൻറ്റേജ് UDF എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. രൂപീകരിക്കും. ഓരോ തവണയും സെയിം പാർട്ടി തന്നെ വീണ്ടും ഒരേ ഇതിൽ വന്നാൽ അത് ജനാധിപത്യമായിട്ട് പറയില്ലല്ലോ. അതുകൊണ്ട് ഭരണമാറ്റം സംഭവിക്കണം. എനിക്ക് തോന്നുന്നത് LDF തന്നെ ആയിരിക്കുന്നു. കാരണം UDFന്റെ ഇടയിൽ ഒരു ഒത്തൊരുമില്ലാത്തൊരു അന്തരീക്ഷം പോലെ എനിക്ക് തോന്നുന്നത്. മോശമൊന്നുമല്ല, ജനങ്ങൾ മടുത്തു മുഖ്യമന്ത്രിന്റെ ഈ ധാർഷ്ട്യ സ്വഭാവങ്ങളും. ഇപ്പൊ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ പൂർത്തീകരിക്കാതെ ഇറങ്ങിപ്പോവുകയും പിന്നെ ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് ജനങ്ങൾ മടുത്തിട്ടുണ്ട് മൊത്തം. കണ്ണിപ്പൊടിയിലായിട്ട് കുറെ പരിപാടികൾ നടത്തിയെന്നല്ലാണ്ട് മൂപ്പയാള് നമ്മളെ എക്കണോമിക്കലി ആകെ ബാഡായൊക്കെയാണ്. ഏകദേശം 1.5 ലക്ഷം കോടി കടമുണ്ടായിരുന്ന സംസ്ഥാനത്തിനെ 4 ലക്ഷം കോടി കടത്തിൻ്റെ തിണ്ണയിലെത്തിക്കണ്. അപ്പൊ ഇനി മാറ്റം വരണം. LDF വരും. 10 കൊല്ലമായിട്ട് അവർ നല്ല ഇത് പറഞ്ഞാല് കാഴ്ചക്ക്. 10 കൊല്ലമായിട്ട് LDF സർക്കാരാണ്. പിന്നെ വേറൊരു സർക്കാർ വന്നാൽ അവരുടെ മാറ്റങ്ങൾ അവരെന്താണ് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നു മിക്കവാറും ഈക്വൽ തൂക്കുമന്ത്രിസഭയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിനെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ അവധിയുടെ സമയമാണ്. ക്യാമ്പസിൽ അധികം കുട്ടികളൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ്. സമ്മിശ്രമായ പ്രതികരണമാണ്. ഭൂരിഭാഗം ആളുകൾ LDF അധികാരത്തിൽ വരണമെന്ന് പറയുന്നു. പക്ഷേ മാറ്റം അനിവാര്യമാണെന്നും മാറ്റം വേണമെന്നും ആഗ്രഹിക്കുന്ന അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.